ദീക്ഷിത് എന്താ മോളെ നിന്നോട് പറഞ്ഞത്? അവൻ എവിടെ പോയതാണ്? ചന്ദ്രൻ ചോദിച്ചു. ദച്ചുവേട്ടൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. പൈസയുടെ പുറകെയുള്ള ഓട്ടം നിർത്തുമ്പോൾ തിരിച്ചു വരാമെന്ന്. ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് എന്തിനാ? മരിച്ചു കിടക്കുമ്പോൾ പാഴ്സലായി പൈസ കൊണ്ടുപോകുമോ എന്ന്. പിന്നെ ഇനി എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നും. അത് പറയുമ്പോഴേക്കും കരച്ചിലിൻ്റെ വക്കീലെത്തിയിരുന്നു അവൾ. എന്താ? വർഷങ്ങളായി സ്നേഹിച്ചിട്ട് നിന്നെ വേണ്ട എന്നോ? അവനെന്താ കളിക്കുവാണോ? പണത്തെ സ്നേഹിക്കുന്ന പെണ്ണിനെയല്ല, ഏട്ടനെ സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് വേണ്ടതെന്ന്. ഒരിക്കൽ ഏട്ടൻ എന്തെങ്കിലും പറ്റിയാ ഞാൻ ഏട്ടനെ ഉപേക്ഷിച്ച് പണമുള്ള ആളുടെ കൂടെ പോകില്ല എന്ന് എന്താ ഉറപ്പ് എന്ന്? അവനോട് പോകാൻ പറ. ഒന്നിനും കൊള്ളാത്തൊരു കിഴങ്ങൻ. അവന് ബിസിനസ്സും വേണ്ട, ഒന്നും വേണ്ട. ഏത് നേരം ഒരു കമ്പ്യൂട്ടർ. ദച്ചുവേട്ടനിപ്പോൾ ചെയ്യുന്ന ജോലി ഏട്ടന് അത്രത്തോളം ഇഷ്ടമാണമ്മേ. ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴല്ലേ മനസ്സിന് സന്തോഷം ലഭിക്കൂ. അതുകൊണ്ട് അമ്മ ഏട്ടനെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട. അവൻ തന്നെയല്ലേ കുറച്ചു നേരം മുൻപ് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയത്. അത് ഇത്ര പെട്ടെന്ന് നീ മറന്നു ആരു? ആ മനസ്സ് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം അമ്മേ. ദീക്ഷിത് ചന്ദ്രദാസിന് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ അർപ്പിത പ്രതാപിനെ മറക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ പോയത് അത് എൻ്റെ മാത്രം കുറ്റമാണ്. ജീവനെ പോലെ സ്നേഹിച്ച ചെറുക്കനെ ഒരു നിമിഷം അമ്മയുടെ വാക്ക് കേട്ട് ഞാൻ മറന്നു. അവന് കൊടുത്ത പ്രോമിസ് മറന്നു. ചേട്ടൻ്റെ പ്രാണനായ അനിയത്തിയെ മനഃപൂർവ്വം വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചു. അപ്പോൾ പിന്നെ ഇത്ര വേദനയെങ്കിലും ഞാൻ അനുഭവിക്കേണ്ട അമ്മേ. അവൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിനുവേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ. തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണമ്മേ. അതിനെ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും ശരിയാകില്ല. ഇന്നോളം ഈ ആരും അവളുടെ ദച്ചുവേട്ടനെയല്ലാതെ വേറെ ഒന്നിനെയും ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല. ആ മനുഷ്യനാണിന്ന് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അമ്മയ്ക്ക് നിസ്സാരമായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ജീവൻ പോയതുപോലെയാണ്. ബാക്കി പറയാൻ ആരുവിന് വാക്കുകൾ പോലും ഇല്ലായിരുന്നു. രാവിലെ സിദ്ധുവിൻ്റെ കൂടെ കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാരെ എങ്ങനെ നോക്കുമെന്ന പേടി സാക്ഷിക്കുണ്ടായിരുന്നു. കോളേജിൽ ചെന്നപ്പോൾ മറ്റു കുട്ടികളുടെ നോട്ടവും കമൻ്റടിയും എല്ലാം കേട്ട് സാക്ഷി സ്വരൂപിച്ചു വെച്ചിരുന്ന ധൈര്യമെല്ലാം ഒരു നിമിഷം കൊണ്ടുപോയി. ആഹാ, പുതുവെണ്ണ് വന്നോ? ഫസ്റ്റ് നൈറ്റൊക്കെ സുഖമല്ലായിരുന്നു മോളെ. അതിൻ്റെ ഒന്നും ശരീരത്തിൽ കാണാനില്ലല്ലോ. ഒരു വഷളം ചിരിയോടെ ക്ലാസ്സിലെ അനൂപ് ചോദിച്ചതും അവൻ്റെ ദേഹത്ത് ആരോ ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു. ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ആയിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ മോനെ? അല്ല, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും സാക്ഷി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. പറ്റുന്നില്ല കണ്ണേട്ട, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ വാക്കും അത്രയ്ക്ക് വേദന തരുന്നു. സിദ്ധുവിൻ്റെ നെഞ്ച് അവളുടെ കണ്ണുനീരിൽ കുതിർന്നതും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ സിദ്ധു ഫോണിൽ ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞതല്ലേ സച്ചു, കരയല്ലേ മോളെ നീ. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്നും എല്ലാവരും എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ എത്തണമെന്നുമുള്ള പ്രിൻസിപ്പാലിൻ്റെ അനൗൺസ്മെൻ്റ് കേട്ടാണ് സാക്ഷി സിദ്ധുവിൻ്റെ നെഞ്ചിൽ നിന്നും തലപൊക്കിയത്. ഓഡിറ്റോറിയത്തിൽ പോകാം നമുക്ക്, വാ. ഇതു പറഞ്ഞ് സിദ്ധു അവളെ കൊണ്ട് പോകുമ്പോൾ സാക്ഷി മറ്റാരെയും നോക്കാതെ താഴേക്ക് നോക്കിയായിരുന്നു നടത്തം. എന്നാൽ സിദ്ധു ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന പോലെയായിരുന്നു നടന്നത്. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആളിനെ കണ്ട് കുട്ടികൾക്കൊക്കെ അത്ഭുതമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോളേജിൽ വരുന്ന വർക്കിംഗ് ചെയർമാൻ മേലെടുത്ത് വീട്ടിൽ പ്രസാദ്. ഈ സാറെന്തിനാ ഇപ്പോൾ ഇവിടെ? സാധാരണ എന്തെങ്കിലും സീരിയസ് കാര്യങ്ങൾക്ക് മാത്രമാണല്ലോ കോളേജിൽ വരുന്നത്. സ്നേഹ അവളുടെ സംശയം മറച്ചു വെച്ചില്ല. അതിന് ഈ സാർ ആരാടി? നിനക്കറിയില്ല സച്ചി, പുള്ളിയാണ് നമ്മുടെ കോളേജിൻ്റെ വർക്കിംഗ് ചെയർമാൻ. വർക്കിംഗ് കാരണം ഇതിൻ്റെ എല്ലാം അവകാശി വേറൊരാളാണ്. ആരായെന്ന് ഈ കോളേജിലുള്ള ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഈ കോളേജിലെടുക്കുന്ന തീരുമാനമെല്ലാം ആ ആളുടെയാണ്. ഓ ഐ സി. ഇന്നിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി? ആവോ, എനിക്കറിയില്ല. അവർ അത്രയും സംസാരിച്ചപ്പോഴേക്കും സിദ്ധു അവളുടെ കൂടെ വന്നു നിന്നിരുന്നു. പ്രസാദ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ കോളേജ് മുഴുവൻ നിശബ്ദരായി. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാമല്ലോ, ഞാൻ അങ്ങനെ ഈ കോളേജിൽ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടുന്ന ആളല്ല. പക്ഷെ സ്വന്തം കോളേജിലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ അത് തെറ്റിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നത്. ഒരു 2 ദിവസം മുൻപ് ഇവിടെ ആർട്സ് ഡേ പരിപാടി നടന്നത് ആരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ആ ദിവസം ഈ കോളേജിലെ 2 വിദ്യാർത്ഥികളോട് നിങ്ങളൊക്കെ മോശമായി പെരുമാറി. പച്ചയ്ക്ക് പറഞ്ഞ അവിഹിതം വരെ ആക്കി.
അവിടെ ശരിയേതാണ് തെറ്റേതാണ് എന്ന് ആരും തിരക്കിയില്ല. പകരം സദാചാരം കളിക്കാനായിരുന്നു നിങ്ങൾക്കിഷ്ടം. ഇനിയൊരു വീഡിയോ ഉണ്ട്, അതുകൂടി കണ്ടു നോക്ക്. ഇതും പറഞ്ഞ് ഓഡിറ്റോറിയത്തിൽ പ്ലേ ചെയ്ത വീഡിയോ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കോളേജ് ഫെസ്റ്റ് നടക്കുമ്പോൾ ഡാൻസ് എത്തി നോക്കുന്ന സാക്ഷി, അവളെ പുറകിൽ നിന്നും കമന്റ് അടിക്കുന്ന കുറച്ച് പയ്യന്മാര്, സിദ്ധുടക്ക് കയറുന്നതും സാക്ഷിയോട് ദേഷ്യപ്പെടുന്നതും അവളെ എടുത്ത് റൂമിൽ കയറ്റുന്നതും എല്ലാം വ്യക്തമായി ഉണ്ട് അതിൽ. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് വന്ന് ഡോർ അടച്ചതും ആരോഗ്യോ വിളിച്ചതും ആളുടെ മുഖം ക്യാമറയിൽ കണ്ടതും വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും ഞെട്ടി. എല്ലാവർക്കും പ്രിയപ്പെട്ട അവരുടെ ആയുഷ് സാറ്. ആയുഷിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ മനസ്സിലായി. സാക്ഷിയുടെ കണ്ണെല്ലാം നിറഞ്ഞു, ഇപ്പൊ കരയുമെന്ന അവസ്ഥയായിരുന്നു. അത് മനസ്സിലായെന്ന പോലെ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചു. ഫോണിൽ മെസ്സേജ് അയക്കാനും അവൻ മറന്നില്ല. അപ്പോൾ ആയുഷ് സാറൊന്ന് ഇവിടെ വരെ വന്നാൽ കൊള്ളാമായിരുന്നു. പ്രസാദിന്റെ ശബ്ദം മൈക്കിലൂടെ ഉയർന്നതും കുട്ടികളുടെ ഇടയിൽ മുറുമുറുപ്പ് ഉയർന്നു. ഫോണിൽ നോക്കിയ പ്രസാദിന്റെ മുഖത്ത് ചിരി കണ്ട് ഇനി അടുത്തത് എന്താ എന്ന ചിന്തയായിരുന്നു കുട്ടികൾക്ക്. ആയുഷ് സ്റ്റേജിൽ വന്നതും അതേ ചിരിയോടെ തന്നെ പ്രസാദ് ബാക്കി പറയാൻ തുടങ്ങി. ഈ കോളേജിൽ വർക്കിംഗ് ചെയർമാൻ മാത്രമാണ് ഞാൻ. ഇവിടെ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും അവൻ്റെയാണ്. എന്താ പറയുക, ഈ ബിനാമി എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. അവൻ്റെ ബിനാമിയാണ് ഞാൻ. ഇനി കുറച്ചുനാൾ കൂടി അങ്ങനെ തന്നെ ആയിരിക്കും. ആയുഷ് സാർ അവിടെ കാണിച്ചതെല്ലാം കാണേണ്ട ആള് അപ്പോൾ തന്നെ കണ്ടിരുന്നു. സാറ് കുറച്ച് ഓവർ സ്മാർട്ട് ആയപ്പോൾ ഒരു കാര്യം മറന്നു. ഈ കോളേജിൽ CCTV ഇല്ലാത്തൊരു സ്ഥലം പോലും ഇല്ല എന്ന്. കോളേജിൽ CCTV ഉണ്ട് എന്ന കാര്യം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ അറിവായിരുന്നു. എനിക്കറിയാം നിങ്ങൾക്കാർക്കും ഇതറിയില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കോളേജ് മുഴുവൻ CCTV വേണം എന്നുള്ളത് അവൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ മറ്റാരും അതറിയരുത് എന്നും. കാരണം CCTV ഉണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾ പഴയതുപോലെ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാൻ മടിക്കുമെന്ന് അവന് പേടി. CCTV വിഷ്വൽ ഇവിടുത്തെ പ്രിൻസിപ്പാളിന് പോലും കാണാൻ പറ്റില്ല. ഇന്ന് വരെ ഇവിടെ നടന്ന ഒരു പ്രശ്നത്തിനും അവൻ CCTV നോക്കി ആരെയും ജഡ്ജ് ചെയ്തിട്ടില്ല. കാരണം കോളേജ് ആകുമ്പോൾ അടിയും വഴക്കും പ്രണയവും ഒക്കെ സാധാരണമാണ് എന്നായിരുന്നു അവൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇതുപോലെ ലോ ക്ലാസ് പരിപാടി കോളേജിൽ സാറ് തന്നെ കാണിച്ച മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കോളേജ് ആകുമ്പോൾ അവിടെ രാഷ്ട്രീയം, പ്രണയം, അടി എല്ലാം ഉണ്ടാകും. പ്രണയിക്കുന്നവർ തമ്മിലുള്ള ചെറിയ കുസൃതികളൊക്കെ എത്രയോ തവണ അധ്യാപകർ കണ്ടിട്ടും കാണാത്തതുപോലെ നടന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ പ്രായത്തിൻ്റെയാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും നിങ്ങൾക്കുണ്ട്. ഒരാണും പെണ്ണും തമ്മിൽ ചേർന്ന് നിന്നാലോ സംസാരിച്ചാലോ ഒക്കെ ഉടനെ ഉണരുന്ന നിങ്ങളുടെ ഈ സദാചാര ബോധമാണ് ആദ്യം മാറ്റേണ്ടത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇവിടത്തെ സിദ്ധാർത്ഥും സാക്ഷിയും ചെയ്ത തെറ്റെന്താ? സാക്ഷിയുടെ ഡാൻസ് കഴിഞ്ഞ് ആ കുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടി ചേർത്ത് പിടിച്ചതോ? മറ്റൊരു രീതിയിലാണ് അവരവിടെ കണ്ടത് എങ്കിൽ ഞാൻ സമ്മതിക്കാം, അവരവിടെ ചെയ്ത തെറ്റാണ് എന്ന്. പക്ഷേ ഇവിടെ പിന്നെ അവരുടെ കല്യാണം നടക്കാൻ അവരുടേതായിട്ടുള്ള ചില ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. ഇനി സാക്ഷി ഈ കോളേജിൽ ആരെങ്കിലും ഇതിൻ്റെ പേരിൽ കളിയാക്കി അല്ലെങ്കിൽ അപമാനിച്ചു എന്നറിഞ്ഞ പിന്നെ അവർക്ക് ഈ കോളേജിൽ സ്ഥാനം കാണില്ല. അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും. ഇത് എൻ്റെ തീരുമാനമല്ല കേട്ടോ, ഹെഡ് ഓഫീസിൽ നിന്നാണ്. അവസാനത്തെ കാര്യം, ആയുഷ് സാറിന് പരസ്യമായി ആ കുട്ടിയോട് മാപ്പ് പറയണം. സാർ അവരോട് ചെയ്തതിന് പറയുന്ന പേര് വേറെയാണ്. പക്ഷേ കുട്ടികളുടെ മുന്നിൽ ഞാനത് പറയുന്നില്ല. ഞാൻ മാപ്പ് പറയില്ല. ബാക്കി കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആയുഷ് പറഞ്ഞു. സാറിന് ഇവിടെ തുടരണം എന്നുണ്ടെങ്കിൽ സാക്ഷിയോട് മാപ്പ് പറയണം. സിദ്ധാർത്ഥിനോട് പറയണമെന്ന് ഞാൻ പറയില്ല. കാരണം സാക്ഷിയാണ് അവൻ്റെ കൺസേൺ. ഇന്ന് സിദ്ധാർത്ഥ് ഈ കോളേജിൽ അടിയിട്ടത് എല്ലാം അവളെ പറഞ്ഞതിനാണ്. അവനെ പറഞ്ഞതെല്ലാം കേട്ട ഭാവം നടിച്ചിട്ടില്ല. ആയുഷ് സാറിന് മുന്നിൽ 2 ഓപ്ഷനുണ്ട്. ആദ്യത്തേത് സാക്ഷിയോട് മാപ്പ് പറയണം, എല്ലാവരുടെയും മുൻപിൽ വെച്ച്. അടുത്തത് ഈ കോളേജിൽ നിന്നും പിരിഞ്ഞു പോകാം. അപ്പോഴും സാർ ഒരു കാര്യം ഓർക്കണം, രണ്ടാമത്തെ ഓപ്ഷനാണ് സാർ എടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കമ്പനിയുമായുള്ള എല്ലാ കോൺട്രാക്റ്റിൽ നിന്നും മംഗലത്ത് ഗ്രൂപ്പ് പിന്മാറും. അതിലെത്ര നഷ്ടം വന്നാലും സഹിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനം സാറിൻ്റെയാണ്. ആകെ പെട്ട അവസ്ഥയായി ആയുഷിന്. മംഗലത്ത് ഗ്രൂപ്പ് കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറുക എന്നത് അവന് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലായിരുന്നു. അങ്ങനെ നടന്നാൽ പിന്നെ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും കരകയറാൻ ചിലപ്പോൾ അവൻ്റെ കമ്പനിക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ തന്നെ ചെറിയ നഷ്ടത്തിലാണ് കമ്പനി.
ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അപ്പു കുഴയുമ്പോൾ സിദ്ധു സാക്ഷിയുടെ കയ്യിലെ നെയിൽ പോളിഷ് ചുരണ്ടി കളയുന്ന തിരക്കിലായിരുന്നു. കണ്ണേട്ടാ, കണ്ണേട്ടാ, എന്താണ് ഇങ്ങനെ എൻ്റെ നെയിൽ പോളിഷ് കളയുന്നത്? എന്തിനാ? നിന്റെ കയ്യിൽ ഈ കളറ് കൊള്ളില്ല സച്ചു. ലൈറ്റ് പിങ്ക് മാറ്റി റെഡ് ഇടണം. വൈകിട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങിത്തരാം. എൻ്റെ പൊന്നു മനുഷ്യ, അവിടെ ആ സാറ് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. അത് കേൾക്കാതെ ഏട്ടനിത് എന്തെടുക്കുക? ഞാൻ ചെയ്യുന്നത് നീ കണ്ടില്ലേ? നിന്റെ പുന്നാര അപ്പുവേട്ടൻ മാപ്പ് പറയും, നീ നോക്കിക്കോ. അവൻ ചോറ് പറയുമ്പോൾ നല്ല ക്ലോസപ്പ് ചിരിച്ചേക്കണം. വേണമെങ്കിൽ എന്തെങ്കിലും മാസ് ഡയലോഗ് കൂടി പറഞ്ഞു. എനിക്കാരോടും ഡയലോഗൊന്നും പറയാനില്ല. എങ്കിൽ അവിടെ മിണ്ടാതിരിക്ക്. ഞാൻ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചിരണ്ടി കളയട്ടെ. നല്ല രസമുണ്ട്. പുല്ല്, പ്രേമിച്ച് നടന്നപ്പോൾ ഈ പ്രശ്നം ഇല്ലായിരുന്നു. ഇതിപ്പോൾ ലൈസൻസ് കിട്ടിയതുപോലെ ആയല്ലോ ദൈവമേ, സാക്ഷി മനസ്സിലോർത്തു. എനിക്കറിയാം എന്താ മോൾ ആലോചിച്ചത് എന്ന്. ലൈസൻസ് അല്ലേ, പ്രേമിക്കുമ്പോൾ പലതും നോക്കണം. ആരെങ്കിലും കണ്ടോ, വീട്ടുകാരറിഞ്ഞോ? എന്നാൽ കല്യാണം കഴിഞ്ഞാലേ പിന്നെ വേറൊരാളെയും നോക്കേണ്ട മോളെ. നീ എൻ്റെയും ഞാൻ നിൻ്റെയുമാണ്. അവിടെ ചൊറിയാൻ ഒരാളും വരില്ല, മനസ്സിലായോ? എങ്കിലും ഇതൊരു പബ്ലിക്കാണ് എന്ന് ഓർക്കുന്നത് നല്ലതാ. ഓ പിന്നെ പോകാൻ പറ. എൻ്റെ ഭാര്യ, എൻ്റെ പെണ്ണിൻ്റെ കൈ, അവളുടെ നെയിൽ പോളിഷ്. ഞാനത് ചിലപ്പോൾ ചുരുണ്ടും ചിലപ്പോൾ ഇട്ട് കൊടുക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടം. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യ. ഇതിലും ഭേദം എൻ്റെ വൈച്ചുവാണ്. എങ്കിൽ നീ പറയാൻ വരണ്ട, അവൻ്റെ അടുത്ത് പോ. ഇത് പറഞ്ഞ് സിദ്ധു സാക്ഷിയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ എന്തോ പെണ്ണിന് സഹിച്ചില്ല. തമാശയ്ക്ക് പറഞ്ഞതാണ്. ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ അർജുൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. സിദ്ധു, ഡാ ആഴ്സാറ് സോറി പറയുമോ? പറയും, പറഞ്ഞിരിക്കും. അതെന്താ ഇത്ര ഉറപ്പ്? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണിപ്പോൾ അവൻ്റെ കമ്പനി. അങ്ങനെയുള്ളപ്പോൾ 15 കോടിയുടെ എഗ്രിമെൻറ്റ് വേണ്ട എന്ന് വെക്കാനും മാത്രം മണ്ടനല്ല അവൻ. ഇന്നവൻ എൻ്റെ പെണ്ണിനോട് സോറി പറഞ്ഞില്ല എങ്കിൽ അവൻ്റെ കമ്പനി വേരോടെ പിഴുതെറിയും ഞാൻ. അതിനുവേണ്ടി എന്തും ചെയ്യാനും ഈ സിദ്ധാർത്ഥ മടിക്കില്ല. കാരണം എനിക്കെന്നും വലുത് എൻ്റെ സച്ചുവാണ്. അവളുടെ കണ്ണ് നിറയുന്നത് ആരാണെങ്കിലും വെറുതെ വിടില്ല ഞാൻ. ഒരു 22 വയസ്സുകാരൻ്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമല്ലായിരുന്നു അത്. പകരം ജീവിതം കുറേ കണ്ടവൻ്റെ, ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്നവൻ്റെ വാക്കുകളായിരുന്നു. പെട്ടെന്നാണ് സാക്ഷിയെ പ്രസാദ് സ്റ്റേജിലേക്ക് വിളിച്ചത്. അവിടെ മുഴുവൻ സിദ്ധുവിനെ നോക്കിയപ്പോഴും കാണാത്തതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പേടിക്കേണ്ട, ഞാനിവിടെ ഉണ്ട്, പോയി വാ. സിദ്ധു അടുത്ത് വന്ന് പറഞ്ഞതും ആ ധൈര്യത്തിൽ സാക്ഷി സ്റ്റേജിലേക്ക് പോയി. സാക്ഷിയെ സ്റ്റേജിൽ കണ്ടതും ആയിഷാകെ വല്ലാതെയായി. സാക്ഷിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരിക്കൽ സ്നേഹിച്ചിരുന്നു, പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം അറിയാം. ഇന്ന് സാക്ഷിയുടെ ജീവനും ജീവിതവും എല്ലാം സിദ്ധാർത്ഥ്, അവളുടെ കണ്ണേട്ടൻ. അപ്പോൾ എങ്ങനെയാണ് ആഴ്സാറെ, സോറി പറയുന്നില്ല എന്ന നിലപാടാണോ ഇപ്പോഴും? വേണ്ട, ഞാൻ സോറി പറയാം. എങ്കിൽ പറഞ്ഞു. വെറുതെ കുട്ടികളുടെ അടുത്ത ക്ലാസ് കളയണ്ട. സാക്ഷി, ഐ ആം സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചെയ്തതാണ്. അത് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. റിയലി സോറി. അതിനു മറുപടിയായി സാക്ഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതിന് പുറകിലുള്ള അർത്ഥം എന്തായി എന്ന് മാത്രം അവന് മനസ്സിലായില്ല. സാക്ഷി, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ ഡാൻസ് കളിക്കാനല്ലാതെ സ്റ്റേജിലൊന്നും ഒരു ചെറു പ്രസംഗം പോലും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് പറയാനുണ്ട് സർ. അതിനു മുൻപ് കണ്ണേട്ടൻ കൂടി ഇവിടെ വരണം. കണ്ണേട്ടൻ? സിദ്ധാർത്ഥ്. സാക്ഷി പറഞ്ഞപ്പോൾ സിദ്ധു കൂടി അവളുടെ അടുത്ത് വന്ന് നിന്നു. അബദ്ധത്തിൽ പോലും സിദ്ധു ആയിഷിനെ നോക്കാൻ നിന്നില്ല. കാരണം ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവന് പോലും ഒരു പിടിയില്ലായിരുന്നു. സിദ്ധു കൂടെ വന്നു നിന്നതും സാക്ഷി പറഞ്ഞു തുടങ്ങി. ഇന്ന് പ്രസാദ് സാർ പറഞ്ഞതുകൊണ്ട് അപ്പുവേട്ടൻ സോറി. ആയുഷ് സാറ് എന്നോട് സോറി പറഞ്ഞു. പക്ഷെ സാറ് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ ചെയ്തത് എന്ന്. വെറും 18 വയസ്സുള്ള പെൺകുട്ടിയാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പുവേട്ട എന്ന് വിളിച്ചല്ലേ ഞാൻ പുറകിൽ നടന്നത്. അപ്പോഴൊന്നും തോന്നാത്ത എന്ത് കുഴപ്പമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏട്ടൻ എന്നിൽ കാണുന്നത്. സാക്ഷി അന്നും ഇന്നും എന്നും എല്ലാം ഒരാളാണ്. ഇത്ര പേരുടെ മുന്നിൽ വെച്ച് ഞാൻ സമ്മതിക്കാം, ഈ മനുഷ്യൻ എൻ്റെ കണ്ണേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വിഷമങ്ങൾ ആ നെഞ്ചിൽ ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. പലതവണ എൻ്റെ നെറ്റിയിൽ നേർത്ത ചുംബനം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു പരിധി കഴിഞ്ഞു പോയിട്ടില്ല. എന്താ ഏതാ എന്നൊന്നും ചിന്തിക്കാതെ ഒരു മുറിയിൽ ഞങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോൾ അത് ലോക കുറ്റമായി. എന്തിനാ നാട്ടുകാരെ പറയുന്നത്?
എൻ്റെ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. എൻ്റെ കണ്ണേട്ടൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മുഴം കയറിൽ തീർന്നേന് ഞാൻ എൻ്റെ ജീവിതം. പക്ഷേ ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്ത ആ നിമിഷം എൻ്റെ കൂടെ വരുമ്പോഴും ആ വാക്കിൽ ഞാൻ വീണുപോയി. ഇന്ന് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ പദവി. കണ്ണേട്ടന് വെറും 22 വയസ്സ്. പക്വതയില്ല എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഏട്ടന് ഏറ്റവും കൂടുതൽ ഉള്ളത് അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊരാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബമാണ്, സുഹൃത്തുക്കളാണ്. ഈ കോളേജിലെ കുട്ടികളുടെ മുന്നിൽ ഞാനൊരു മോശക്കാരിയായി. കണ്ണേട്ടൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രതികാരം ചെയ്യാനായിരുന്നുവെങ്കിൽ എന്നോട് മാത്രമായാൽ പോരായിരുന്നു. എന്തിനാ ഏട്ടൻ അതിലേക്കിട്ടത്? ഒരിക്കൽ പോലും എന്നെ ആരുവിൻ്റെ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ചു നോക്കിയെങ്കിൽ സാറിങ്ങനെ ചെയ്യില്ലായിരുന്നു. ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ മാപ്പ് പറയുമ്പോൾ ക്ഷമിച്ചു എന്ന് പറയാൻ ഞാൻ ഭൂമിദേവിയുടെ പര്യായമൊന്നുമല്ല. എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു സാധാ പെൺകുട്ടിയാണ്. എന്നോട് സോറി പറയുന്നതിനേക്കാൾ കൂടുതൽ സാറ് സോറി പറയേണ്ടത് കണ്ണേട്ടനോടാണ്. എന്താ പറയാൻ പറ്റുമോ സാറിന്? സാക്ഷി പറയുന്നതെല്ലാം കേട്ട് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഭാവമാണ്. സിദ്ധാർത്ഥ്, ഐ ആം സോറി. ആയുഷ് പറഞ്ഞതും സിദ്ധാർത്ഥ് അവനോട് ഒരു ലോഡ് പുച്ഛം നൽകി. ഇനിയും അവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോൾ സിദ്ധു ആയുഷിൻ്റെ ചെവിയുടെ അടുത്ത് പോയി സ്വകാര്യം പറഞ്ഞു. ആയുഷ് സാർ ചെയ്ത ചെറ്റത്തരമാണ് എങ്കിലും എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. കാരണം എൻ്റെ പെണ്ണിനെ ഇത്ര നേരത്തെ എൻ്റെ സ്വന്തമാക്കാൻ സഹായിച്ചതിന്. പക്ഷേ അതിനർത്ഥം നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു എന്നല്ല. എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയാൻ നിങ്ങൾ കാരണമായി എങ്കിൽ വെറുതെ വിടില്ല ഞാൻ. സിദ്ധാർത്ഥ ആരാണെന്നും എന്താണെന്നും നിങ്ങളിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആരായെന്ന് അറിയിക്കും ഞാൻ. അതുവരെ നിങ്ങൾ ഇങ്ങനെ നടന്നു. സ്റ്റേജിൽ സ്നേഹനിധിയായ ഭാര്യയായിരുന്നുവെങ്കിലും വെളിയിൽ ഇറങ്ങിയപ്പോൾ സാക്ഷിയുടെ സ്വഭാവം മാറി. സിദ്ധു അടുത്ത് വന്നിട്ട് കൊച്ച് കണ്ടഭാവം നടിച്ചില്ല. ഡി പുല്ലേ, നിനക്കെന്താ ഇപ്പോൾ പറ്റിയത്? ഓഡിറ്റോറിയത്തിൻ്റെ അകത്തായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. എന്താ അന്യൻ്റെ ബാധ കയറിയോ? ഒരന്യൻ്റെ കൂടെയല്ലേ ഇപ്പം ജീവിക്കുന്നത്. അപ്പം പിന്നെ ബാധ കയറാതിരിക്കില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. വീട്ടിൽ പോകാം, വാ. രാത്രിയേറെ വൈകിയാണ് സിദ്ധു വീട്ടിലെത്തിയത്. അവൻ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് തന്നെ കാത്ത് ഹാളിലെ സോഫയിലിരിക്കുന്ന സാക്ഷിയും അവളുടെ മടിയിൽ കിടന്നുറങ്ങുന്ന വിച്ചുവും. രണ്ടുപേരും നല്ല ഉറക്കാണ്. വിച്ചുവിനെ ഒരുവിധം താങ്ങി റൂമിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് വന്ന് സാക്ഷിയെ വിളിച്ചു. സിദ്ധുവിനെ കണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നുവെങ്കിലും രാവിലത്തെ പിണക്കം ഇപ്പോഴും മാറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വിചാരിച്ച സംസാരം അവൻ്റെ അടുത്തുനിന്നും ഉണ്ടായില്ല. എന്തു പറഞ്ഞാലും ഒരു ചിരിയിൽ ഒതുക്കും. അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കി വന്ന സാക്ഷി കാണുന്നത് കട്ടിലിൽ കമന്നു കിടക്കുന്ന സിദ്ധുവിനെയാണ്. അതിൽ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. സിദ്ധുവിൻ്റെ പുറത്ത് കൈവച്ചതും അവനൊന്ന് എരിവ് വലിച്ചു. കാര്യം എന്തായെന്നറിയാൻ സിദ്ധുവിൻ്റെ ഷർട്ട് പൊക്കി നോക്കിയ സച്ചു കാണുന്നത് എന്തോ കൊണ്ട് പുറം മുഴുവൻ കിട്ടിയ അടിയാണ്. എല്ലായിടവും നന്നായി ചുമന്നിട്ടുണ്ട്. അത് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന പിണക്കവും ദേഷ്യവും എല്ലാം മാറി അവൻ്റെ പുറത്ത് തലവെച്ചു കിടന്നു അവൾ. കണ്ണുനീരിൻ്റെ നനവാണ് അവൾ കരയുവാണെന്ന് അവന് മനസ്സിലായത്. സച്ചു, കരയില്ല നീ, എനിക്കൊന്നുമില്ല, ചെറിയൊരടി. ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. ഇതും പറഞ്ഞു പോയവൾ തിരിച്ചു വന്നത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും കയ്യിലൊരു തുണിയും ഓയിൻമെൻറ്റുമായിട്ടാണ്. ഷർട്ട് മാറ്റിയ കണ്ടേട്ടാ? അതൊന്നും പറ്റില്ല. എന്നോട് പിടക്കുള്ളവരാരും എൻ്റെ ബോഡി കാണണ്ട. വാശി കാണിക്കല്ലേ കണ്ണേട്ടാ, ഈ ഷർട്ടൊന്ന് മാറ്റ്, ചൂട് പിടിക്കട്ടെ. സാക്ഷിയുടെ സൗണ്ട് വ്യത്യാസം വന്നതുകൊണ്ടാവണം വേറൊരു വഴക്കിന് പോകാതെ സിദ്ധു അവൾ പറയുന്നതെല്ലാം അനുസരിച്ചു. ഓരോ തവണ അവൻ്റെ ദേഹത്തേക്ക് ചൂട് വയ്ക്കുമ്പോഴും നിറഞ്ഞത് സാക്ഷിയുടെ കണ്ണുകളാണ്.